ഹായ് മക്കളെ, MCC അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഈസി ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഞാൻ ഈ വീഡിയോനെ 20 സ്റ്റെപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 20 കാര്യങ്ങളായിട്ടാണ്. ഈ 20 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ പ്രത്യേകിച്ച് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ വളരെ കൃത്യമായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷത്തെ ഓൾ ഇന്ത്യ MBBS BDS പിന്നെ കുറച്ച് കോളേജിലേക്കുള്ള BSc നഴ്സിംഗ് അലോട്ട്മെൻറ്റ് ചെയ്യാം. ആദ്യം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഈ അലോട്ട്മെൻറ്റിൽ പല കുട്ടികളും ചോദിക്കേണ്ട ആയുർവേദ ഉണ്ടോ, ഹോമിയോ ഉണ്ടോ, വെറ്റിനറി ഉണ്ടോ, അഗ്രികൾച്ചർ ഉണ്ടോ, അതൊന്നും ഇതിലില്ല. ഈ അലോട്ട്മെൻറ്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന MCC അലോട്ട്മെൻറ്റിൽ പ്രധാനമായും 3 കാര്യങ്ങൾ, പ്രധാനമായും നല്ല 3 കാര്യങ്ങളുള്ളത്. ഒന്ന് MBBS. ആ MBBS എവിടെയാണ്? ആ MBBS ഓൾ ഇന്ത്യ ക്വാട്ട. ഇത് ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ്, എന്നാലും നിങ്ങളുടെ പലരുടെയും സംശയങ്ങൾ തീർന്നിട്ടില്ല. അതായത് നമ്മുടെ ഓൾ ഇന്ത്യ ക്വാട്ട MBBS എന്ന് പറയുമ്പോൾ എന്താ? കേരള. ഇതന്നെ ഞാൻ എത്രാമത്തെ പ്രാവശ്യമായിട്ട് പറഞ്ഞത്. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലെയും 15% ഗവൺമെൻറ് സീറ്റുകളുടെ MBBS ആണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അമല, പുഷ്പഗിരി പോലുള്ള അതുപോലുള്ള KMCT പോലുള്ള MES പോലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിലൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. അതായിട്ടില്ല. അതെപ്പോഴാണ് വരിക? അത് ഓഗസ്റ്റ് 1-ാം തീയതി തുടങ്ങുന്ന കേരള അലോട്ട്മെൻറ്റിലാണ് വരിക. ഇതിലുണ്ടാവില്ല. ഇതിൽ പിന്നെന്താ? ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. 20 ലക്ഷം രൂപയുടെ മുകളിൽ ആവറേജ് ഫീസുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാവും. അതിൻ്റെ ഫീസ് വളരെ ശ്രദ്ധിക്കണം. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ കൽപ്പിത സർവകലാശാല ഡീംഡ് കോളേജുകളാണുള്ളത്. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഡീംഡ് കോളേജുകളിലേക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ഫീസ് സ്ട്രക്ചർ വളരെ കൂടുതലാണ്. പിന്നെ ഇതിലുള്ളത് MBBSന് കൂടാതെ BDS ഉണ്ട്, BSc നഴ്സിംഗ് ഉണ്ട്. BSc നഴ്സിംഗിൽ വളരെ റെയർ ആയിട്ടുള്ള വളരെ കുറഞ്ഞ എണ്ണം കോളേജുകളാണ്. ആ കോളേജുകളുടെ പ്ലേസ് നോക്കുക, അത് എവിടെയാണ് എൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട് മാത്രം കൊടുക്കുക. MCC.nic.in കയറുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് രജിസ്ട്രേഷനും പേയ്മെൻ്റ് ആണ്. രജിസ്ട്രേഷൻ ചെയ്യണം. അതിലാദ്യം നിങ്ങളുടെ ചില ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കേണ്ടത്. രജിസ്ട്രേഷൻ ചെയ്യണം. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ അവിടെ വേണം. മൊബൈൽ നമ്പറൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുക. രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ളത് നോക്കിയിട്ട് ഏത് കോഴ്സുകളാണ്. ഡീംഡ് ആണെങ്കിൽ അഡീഷണൽ 2 lakhs rupees പേയ്മെൻറ്റ് ഉണ്ട്. മറ്റ് പേയ്മെൻറ്റുകളൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ മെയിനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിരിക്കുന്നത്. എന്താണ്? MCC.nic.in പോയി. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ചെയ്യുക. കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ അഥവാ ചോയ്സ് ഫില്ലിങ്ങിന് നമ്മൾ എലിജിബിൾ ആവൂ. ഒന്നും കൂടെ വളരെ സാവധാനത്തിൽ പറഞ്ഞുതരാം. രജിസ്ട്രേഷൻ ചെയ്ത് ചില കുട്ടികൾ ആദ്യം തന്നെ ചോദിക്കുന്ന ഡൗട്ടാണ്, എനിക്ക് ചോയ്സ് ഫില്ലിംഗ് കാണുന്നില്ലല്ലോ. രജിസ്ട്രേഷൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ അഥവാ ചോയ്സ് ഫില്ലിങ്ങിന് നമ്മൾ എലിജിബിൾ ആവൂ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലോഗിൻ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് ലോഗിൻ ചെയ്യുക. നമ്മുടെ ക്രെഡൻഷ്യൽ ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ലോഗിൻ ചെയ്യുക. അടുത്ത സ്റ്റെപ്പിലേക്കാണ് ചോയ്സ് ഫില്ലിംഗ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോയ്സ് ഫില്ലിംഗ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 4 സ്റ്റെപ്പായിട്ട് നമ്മളിതിനെ മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടെ MCC.nic.in കയറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക, ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ചോയ്സ് ഫില്ലിംഗ് ഓപ്പൺ ചെയ്യുക. ചോയ്സ് ഫില്ലിംഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് വളരെ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾ കാണേണ്ടത്. ചോയ്സ് ഫില്ലിങ്ങിൽ ഫിൽറ്റേഴ്സ് ശ്രദ്ധിക്കണം. ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് 3 ഫിൽറ്റേഴ്സ് കാണാം. ആ ഫിൽറ്റേഴ്സിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് എന്ന് പറയുന്നത് അതിൽ എയിംസുകൾ കാണാം, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കാണാം, നിങ്ങൾ ഏതൊക്കെ കോളേജിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ കാണാം. അതാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പല കുട്ടികളുടെയും ടെൻഷൻ എന്ന് പറയുന്നത് എനിക്ക് വിചാരിച്ച ഓപ്ഷൻ ഇതിലില്ലല്ലോ. വിചാരിച്ച ഓപ്ഷൻ വരാത്ത, ചോയ്സ് വരാത്തതിൻ്റെ കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റോങ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ESI കോളേജുകൾ അല്ലെങ്കിൽ എയിംസ് വേണം ഒരു കുട്ടി, നിങ്ങൾ എയിംസ് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചില ഓപ്ഷൻ കൊടുക്കാൻ ഇതിൽ കാണുന്നില്ലല്ലോ, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം. മനസ്സിലായല്ലോ? ഫിൽറ്റേഴ്സ് വളരെ ശ്രദ്ധിക്കുക. മുകളിൽ ഏറ്റവും ലെഫ്റ്റിലായിട്ട് കാണാം, നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് കാണാം. പ്രോഗ്രാം, ആക്ച്വലി വാട്ട് ഈസ് ദിസ് പ്രോഗ്രാം? പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കോഴ്സാണ്. കോഴ്സ് ഏതാണ്? 3 കോഴ്സുകളിലുള്ളത് MBBS, BDS, BSc നഴ്സിംഗ്. കോഴ്സ് ശരിക്കും ശ്രദ്ധിക്കണം, പണി കിട്ടും. കാരണം കോഴ്സ് ശ്രദ്ധിക്കാതെ BDS കൊടുത്തിട്ട് സങ്കടത്തിലായ ഒരുപാട് കുട്ടികൾ എനിക്കറിയാം. അപ്പോൾ ചാടിക്കയറി കൊടുക്കും. ഇന്ന കോളേജിൽ കൊടുത്തു, എന്താണ്? കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് BDS ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. പ്രോഗ്രാം മീൻസ് കോഴ്സ്. നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത് 5ാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞത് ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ഫിൽറ്ററുകൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവിടെ കാണാം 3 ഫിൽറ്റേഴ്സ് ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. വളരെ ക്വിക്കായിട്ട് ഞാൻ ആദ്യത്തെ 5 സ്റ്റെപ്പുകളൊന്നും കൂടെ പറയാം. MCC.nic.in കയറുക. 2ാം സ്റ്റെപ്പ് രജിസ്ട്രേഷൻ
ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോയ്സ് ഫില്ലിംഗ് ലോക്ക് ചെയ്യുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനിയിപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോയ്സ് ഫില്ലിംഗ്. ഫിൽറ്റേഴ്സ് ശ്രദ്ധിക്കുക. ഫിൽറ്റേഴ്സിലാണ് പ്രോഗ്രാംസ് ഉള്ളത്, ഫിൽറ്റേഴ്സിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ഉള്ളത്. നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വേണ്ടത് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ആറാമത്തിലേക്ക് പോട്ടെ. ഇനി ആറാമത്തേൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രോഗ്രാം സ്പെസിഫിക്കേഷൻ ആണ്. അതൊന്നും കൂടെ സിക്സ്ത് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു, ഒരുപാട് കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തിയ കാര്യമാണ് പ്രോഗ്രാം സ്പെസിഫിക്കേഷൻ. ഏത് പ്രോഗ്രാമാണോ നിങ്ങൾക്ക് വേണ്ടത് വ്യക്തമായിട്ട് സെലക്ട് ചെയ്യുക. MBBS ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ പ്രോഗ്രാം സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ MBBSന് ശേഷം BDS വരും. MBBS BDS നഴ്സിംഗ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ മിക്കവാറും ഈ കോളേജിൻ്റെ പേര് നോക്കിയിട്ടാണ്. ഇപ്പോൾ എയിംസ് ന്യൂഡൽഹി അല്ലെങ്കിൽ മറ്റ് എയിംസുകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള മറ്റ് കോളേജുകൾ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ കോളേജ് നോക്കിയിട്ട് പെട്ടെന്ന് ആഡ് ചെയ്തിട്ട് പോകും. ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഞാൻ വരാം. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ കോഴ്സ് MBBS മാത്രം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ കോഴ്സ് കാണാം, ആ കോഴ്സ് MBBS മാത്രം സെലക്ട് ചെയ്യുക. പ്രോഗ്രാം കോഴ്സ് MBBS മാത്രം ആദ്യഘട്ടത്തിൽ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ BDS ആഡ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പം ഞാനിപ്പോൾ നമ്മുടെ സിക്സ്ത് സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നത് പ്രോഗ്രാം കോഴ്സ് മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. MBBSും BDSും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രോഗ്രാം കോഴ്സ് മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ആറാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നത്. ഏഴാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വളരെ എളുപ്പമായിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ്സ് എന്ന് കാണാം. യു ക്യാൻ സി ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ്സ്. ശരിക്കും ഒന്ന് മുകളിൽ നോക്കിയാൽ കാണാം, ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ്സ് കാണാം. ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Ctrl+F ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോരോ പ്ലേസ് ആയിട്ട് എൻ്റർ ചെയ്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ന്യൂഡൽഹി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂഡൽഹിയായിട്ട് ബന്ധപ്പെട്ട കോളേജുകളുടെ ലിസ്റ്റൊക്കെ കിട്ടും. തഞ്ചാവൂർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വരും. മദ്രാസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ്സ് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+F അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പ്ലേസ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുക. പക്ഷെ വളരെ വളരെ ശ്രദ്ധിക്കണം, സിമിലർ സ്പെല്ലിംഗ് ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം, സിമിലർ സ്പെല്ലിംഗ് ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കേരളത്തിലുള്ള സ്ഥലങ്ങളോട് സാമ്യമുള്ള സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രയിലുണ്ട്, തെലങ്കാനയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ടാവും, നോർത്തിലുണ്ടാവും. ഇപ്പോൾ ചാടി കയറി കൊടുക്കരുത്. ഒരു കാര്യം, നിങ്ങൾ ഇത്ര വരെ വീഡിയോ കണ്ടില്ലേ, ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടില്ലേ, ഇനി 1 മിനിറ്റ് വളരെ ശാന്തമായിട്ട്, ഞാൻ കുറച്ച് വേഗത്തിൽ പറഞ്ഞു തീർക്കുകയാണ്, പക്ഷെ വളരെ ശാന്തമായിട്ട് ഈ ഒരു കാര്യം നോക്കിയാൽ, ആദ്യ ഘട്ടത്തിൽ ചെയ്യേണ്ടത് ഒരു കാരണവശാലും സഡൻ ആയിട്ട് വന്ന് ഓപ്ഷൻ കൊടുക്കരുത്. മിനിമം 1 അവർ എങ്കിലും, മിനിമം 1 അവർ, 1 മണിക്കൂറെങ്കിലും ഈ ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ഇത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഡോണ്ട് ബി ഓവർ കോൺഫിഡൻറ്റ്. അമിതമായ ആത്മവിശ്വാസം ഈ കാര്യത്തിൽ കാണിക്കരുത്. ചിലപ്പോൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത കുട്ടികളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല, ഇത് ഇത്രയും കോളേജുകളല്ലേ. അപ്പോൾ മോർ ദാൻ 500 ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം ഡീംഡും കൂടെ എടുക്കുകയാണെങ്കിൽ 500-ലേറെ ഓപ്ഷൻസ് ഉണ്ട്, 500ഓളം ഓപ്ഷൻസ് ഉണ്ട്. 1 മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ടൈമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ 2 മണിക്കൂർ എടുക്കണം എന്നാണ്. 1 മണിക്കൂറെങ്കിലും, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ കാര്യമാണ്. മിനിമം 1 അവറൊക്കെ എടുത്തിട്ട് ഇത്, കാരണം നമുക്ക് മുമ്പേക്കെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റ് ആയിട്ട്, ഇപ്പോൾ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന അങ്ങനെ ഇല്ല. ഇതിലെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ലെവലിൽ 500ഓളം സ്ഥാപനങ്ങളാണ് കാണുന്നത്. വിവിധ സംസ്ഥാനങ്ങളായിട്ട് ചെതറി കിടക്കുന്ന മോർ ദാൻ 500 മെഡിക്കൽ കോളേജുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം വ്യക്തമായും. ഇതിൽ പിന്നീട് ഒരു അബദ്ധം പറ്റിയിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, മൊബൈലും സോഷ്യൽ മീഡിയ ഒക്കെ മാറ്റിവെച്ച്, ഇൻസ്റ്റാഗ്രാം ഒക്കെ മാറ്റിവെച്ച് ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക. 1 or 2 hours ശരിക്കും നോക്കുക ഏതൊക്കെ കോളേജുകളാണുള്ളത്, എനിക്ക് അവിടെ പോകാൻ പറ്റുമോ, എൻ്റെ റാങ്ക് അനുസരിച്ചുള്ള കോളേജുകളാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാമെന്ന് ഒരിക്കൽ കൂടി എടുത്ത് പറയുകയാണ്. ഇതാണ് ഞാൻ 8ാമത്തെ സ്റ്റെപ്പായിട്ട്. മിനിമം യു ഷുഡ് സ്പെൻഡ് 1 അവർ. അപ്പോൾ 1 അവറെങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. എത്ര എക്സ്പേർട്ടായിട്ടുള്ള ഒരാളായി കഴിഞ്ഞാലും ഓപ്ഷൻ എൻട്രിയിൽ മിസ്റ്റേക്ക് വരും. അപ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം. ഡോണ്ട് ബി ഓവർ കോൺഫിഡൻറ്റ്. ഓക്കെ, ഇനി ഞാൻ പോകുന്ന 9ാമത്തെ സ്റ്റെപ്പിലേക്കാണ്. 9ാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രിഫറൻസ് ലിസ്റ്റ് തയ്യാറാക്കുക. 1 മണിക്കൂർ നമ്മൾ ഇതിൻ്റെ മുന്നിൽ ഇരുന്ന് ലിസ്റ്റുകളൊക്കെ കണ്ടു, കോളേജുകളൊക്കെ കണ്ടു. നമ്മുടെ മനസ്സിലുള്ള ചില കോളേജുകൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും. എൻ്റെ കോളേജ് ഇവിടെയുണ്ട്, ഞാൻ പോകാൻ പറ്റുന്ന മദ്രാസ് മെഡിക്കൽ കോളേജ് ഇവിടെയുണ്ട്, സ്റ്റാൻലി മെഡിക്കൽ കോളേജ് ഇവിടെയുണ്ട്, ഇത് ഇവിടെയുണ്ട്. അങ്ങനെ ഒരു ഐഡിയ ആക്കിയതിന് ശേഷം ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ടാക്കാം, ഈ 500 ഓപ്ഷൻസ് വേണം നിങ്ങൾക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അത് തീരുമാനിക്കേണ്ട ഞാനല്ല, സൈലമല്ല, നിങ്ങളാണ്. അപ്പം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എവിടെ പോകണം എന്നുള്ളത്. അപ്പം നിർബന്ധമായിട്ടും എഴുതി വെക്കുക, ഓപ്ഷൻ ലിസ്റ്റ് എഴുതി വെക്കണം. കാരണം നമ്മൾ ഓപ്ഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലാണെങ്കിൽ മൊബൈലിലൊരു കോൾ വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ, ആ സമയത്ത് തന്നെ എൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു, കട്ട് ചെയ്യട്ടെ, സാധാരണ ഇത് സൈലൻ്റ് ആക്കുന്നതാണ്.
മൊബൈൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഓപ്ഷൻ ലിസ്റ്റ് പേപ്പറിൽ എഴുതി വെക്കുക. ഓപ്ഷൻ ലിസ്റ്റ് 1 2 3 4 എനിക്ക് പോകാൻ ആഗ്രഹമുള്ള കോളേജുകൾ ഇതാണെന്നൊക്കെ പറഞ്ഞ് 1 2 3 4 പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഓപ്ഷൻ ലിസ്റ്റ് പേപ്പറിലേക്ക് എഴുതി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഓക്കെ ഫൈൻ. അങ്ങനെ പേപ്പറിലേക്ക് എഴുതി വെച്ച ഒരു ഓപ്ഷൻ ലിസ്റ്റ്, അതിൽ 100 കോളേജുകളോ 150 200 എത്ര കോളേജുകളോ ഉണ്ടാവാം, ഒരു കുഴപ്പമില്ല. ഓപ്ഷൻ ലിസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞ 2 പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാനിത് ഏത് പോയിന്റിലാണ് നിൽക്കുന്നത്? 7ഉം 8ഉം. 7 എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, കോളേജുകൾ സെലക്ട് ചെയ്യുക, സ്ഥലങ്ങൾ മനസ്സിലാക്കുക. 8 എന്ന് പറയുന്നത് 1 അവർ ടൈമെങ്കിലും എടുത്ത്, അത് നിങ്ങളുടെ ടൈമാണ്, അതിലധികം എടുക്കുക, ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്യുക, എവിടേക്കാണ് കോളേജുകളുടെ പൊസിഷൻ മനസ്സിലാക്കുക. അടുത്തത് എന്ന് പറയുന്നത് 9 എന്ന് പറയുന്നത് പ്രിഫറൻസ് ലിസ്റ്റ് തയ്യാറാക്കുക. മക്കളെ, പ്രിഫറൻസ് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള 1-2 വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യം എയിംസിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ എലിജിബിലിറ്റി ഉണ്ടോ നോക്കണം, നല്ല മാർക്ക് ഉണ്ടോ നോക്കണം. അല്ലെങ്കിൽ ഒരുപാട് എയിംസുകൾ കൊടുക്കണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എയിംസിലേക്ക് പോകാനുള്ള കട്ട് ഓഫ് ഏകദേശം നിങ്ങൾക്ക് അറിയാലോ. അതനുസരിച്ച് നിങ്ങൾക്ക് എയിംസുകളിൽ കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പരമാവധി എയിംസുകൾ കൊടുക്കുക. ഇനി അതല്ല, എയിംസിലേക്ക് പോകാനുള്ള മാർക്കില്ല, ഏതെങ്കിലും മറ്റ് സ്റ്റേറ്റിൽ കിട്ടാനാണെങ്കിൽ 1-2 എയിംസ് കൊടുക്കുക, 2-3 എയിംസ് കൊടുക്കുക, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പ്രിഫറൻസ് ലിസ്റ്റ് തയ്യാറാക്കുക. പ്രിഫറൻസ് ലിസ്റ്റിൽ തയ്യാറാക്കുന്ന സമയത്ത് EFI ഓർഡർ ഞാൻ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. EFI ഓർഡർ, EFI എന്ന് വെച്ചാൽ എന്താ, എലിവേറ്റഡ്, ഫീസിബിൾ, ഇൻഫീരിയർ. ഓർഡർ കീപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ 3 ലെറ്റേഴ്സ് മനസ്സിലാണ്ടാവണം, 3 ടേംസ് മനസ്സിലാണ്ടാവണം. എലിവേറ്റഡ്, പിന്നെന്താണ്, ഫീസിബിൾ, ഇൻഫീരിയർ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതിൽ നിന്നും അല്പം മുകളിലുള്ള കുറച്ച് നല്ല കോളേജുകളാണ് എലിവേറ്റഡ് കോളേജുകൾ, എൻ്റെ റാങ്കിൻ്റെ അല്പം മുകളിൽ. കാരണം എന്താ, എന്തെങ്കിലും കാരണവശാൽ ഹയർ ഓപ്ഷൻസിൽ ആ സീറ്റിലേക്ക് എനിക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത് നോക്കാം. അപ്പോൾ അതിന് സാധ്യത ഉണ്ടെങ്കിൽ അത് നോക്കാം. അപ്പോൾ അതാണ് എലിവേറ്റഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ എനിക്കിതിൻ്റെ ഒരു അപ്ഗ്രഡേഷൻ വെച്ചാൽ ഓരോ റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കണം ഓൾ ഇന്ത്യയിൽ. പക്ഷെ എന്നാലും നമുക്ക് കിട്ടാൻ സാധ്യത ഇല്ലായിരുന്നു, കുറച്ചും കൂടെ മുകളിലുള്ള നല്ല റേഞ്ചിലുള്ള കോളേജുകൾ മുകളിൽ വെക്കണം. അതിനാണ് എലിവേറ്റഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷനാണ് ഫീസിബിൾ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള ലിസ്റ്റ് ഓഫ് കോളേജാണ് ഫീസിബിൾ ലിസ്റ്റിൽ വെക്കേണ്ടത്. അപ്പോൾ എൻ്റെ റാങ്ക് 12,000 അല്ലെങ്കിൽ 9,000 അല്ലെങ്കിൽ 6,000 അല്ലെങ്കിൽ 1,000 ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കോളേജുകൾ, അതാണ് കറക്റ്റ് നമുക്ക് കിട്ടാൻ സാധ്യത. അതാണ് ഫീസിബിൾ ലിസ്റ്റ് ഓഫ് കോളേജസ്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഇൻഫീരിയർ ലിസ്റ്റ്. അതായത് എനിക്ക് അഥവാ ഈ വർഷം എന്തെങ്കിലും കാരണവശാൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള കുറച്ച് കോളേജുകളോട് വെക്കണം. അതായത് ഒരു കാരണവശാൽ ഇവിടെ ഞാൻ വീണ്ടും ആ ഒരു സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യണം, ഡോണ്ട് ബി ഓവർ കോൺഫിഡൻറ്റ്. എനിക്കിത് ഉറപ്പായും കിട്ടും, അതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ, ഫീസിബിൾ മാത്രമേ വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് ഞാനത് തെറ്റായിട്ടുള്ള തീരുമാനം എന്ന് പറയും. കുറച്ച് ഇൻഫീരിയർ ആയിട്ടുള്ള കോളേജുകൾ, മീൻസ് ലോവർ ആയിട്ടുള്ള കോളേജും കൂടെ താഴെ വെക്കണം. അപ്പോൾ ഈ ലെറ്റർ കോഡ് ഓർമ്മിക്കുക. EFI ഇൻ യുവർ പ്രിഫറൻസ് ലിസ്റ്റ് ദർ ഷുഡ് ബി എലിവേറ്റഡ് ആൻഡ് പിന്നെന്താ, ഫീസിബിൾ, ഇൻഫീരിയർ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഞാൻ 10ാമത്തെ പോയിന്റ്. അപ്പോൾ 10 പോയിന്റുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 11ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഡീഷനാണ്, ആഡ് ഓൺ ചെയ്യുകയാണ്. എന്താണ്, പ്ലേസ് സെർച്ച് ചെയ്ത് 11ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. അവിടെ നിങ്ങൾക്ക് കാണാം പ്ലേസസ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജുകൾ ആഡ് ചെയ്യുക. അവിടെ ഒരു ആഡ് ബട്ടൺ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നിങ്ങൾ നോക്കിയാൽ കാണാം ആഡ് ബട്ടൺ. നോക്കിയിട്ട് വളരെ ശ്രദ്ധിക്കണം. ആഡ് ചെയ്യുന്നതിന് മുമ്പേ ഒന്നും കൂടെ നോക്കാം, ഞാൻ സെലക്ട് ചെയ്ത കോളേജാണോ, അല്ല സ്പെല്ലിംഗ് തെറ്റിയിട്ട് വേറെ ഏതെങ്കിലും നോർത്തിലെ കോളേജാണോ വന്നു നോക്കുക. അങ്ങനെ കോളേജ് നിങ്ങൾ വിചാരിച്ച കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ് കറക്റ്റായിട്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആഡ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾ ലെഫ്റ്റിൽ ആഡ് ചെയ്യുന്ന സമയത്ത് റൈറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സേവ് ലിസ്റ്റിൽ അത് വരും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് 13ാമത്തെ പോയിന്റായിട്ട്. 11ാമത്തെ പോയിന്റായിട്ട് ഞാൻ പറഞ്ഞു ആഡ് ചെയ്യുക. 12ാമത്തെ പോയിന്റായിട്ട് സ്പെസിഫിക് ആയിട്ട് ഞാൻ ചെറിയ കാര്യമാണെങ്കിൽ അത് ഞാൻ സെപ്പറേറ്റഡ് പോയിന്റായിട്ട് വരുന്നത് പറഞ്ഞിരിക്കുകയാണ്. ആഡ് ചെയ്യുന്ന ഓപ്ഷൻസ് വലതുവശത്ത് വന്ന് സേവ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങളൊരു ഓപ്ഷൻ ആഡ് ചെയ്യുന്ന സമയത്ത്, കണ്ണൂർ കോളേജ് ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് സൈഡിൽ അത് വന്ന് സേവ് ആവുന്നുണ്ടോ നോക്കുക. ഇതാണ് ഞാൻ നിങ്ങളുടെ 12ാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. 12th റൈറ്റ് സൈഡിൽ സെലക്ട് ചെയ്ത ഓപ്ഷൻ സേവ് ആവുന്നുണ്ടോ നോക്കുക. നെറ്റ്വർക്ക് എറർ ഉണ്ടെങ്കിലോ കൂടിയ ട്രാഫിക് ഉണ്ടാകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അത് സേവ് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവും. വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ സ്ട്രെങ്ത് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മൊബൈലാണോ ലാപ്ടോപ്പിലാണോ ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല നെറ്റ്വർക്ക് ഉള്ള ഒരു സ്ഥലത്ത്, നല്ല സിഗ്നൽ സ്ട്രെങ്ത് ഉള്ള സ്ഥലത്ത് ചെയ്യുക. അങ്ങനെ അത് ആഡ് ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കുക. ഇതാണ് 12ാമത്തെ പോയിന്റ്. 13ാമത്തെ പോയിന്റ്, ഇടയ്ക്കിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടെ ഓരോ 2-3 മിനിറ്റ് കൂടുമ്പോഴും സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കണം. കാരണം മുകളിൽ
മുകളിൽ ടൈം ഔട്ട് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനല്ല, ടൈം ഔട്ട് വരും. ഒരു 12 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കിങ്ങനെ 12 മിനിറ്റ് ഉണ്ടാകുമ്പോൾ അതിങ്ങനെ കുറഞ്ഞ് വരുന്നത് നമുക്ക് കാണാം. ടൈം ലെഫ്റ്റ് 5 മിനിറ്റ്സ് ഒക്കെ ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സേവ് ചെയ്തിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സേവ് ആവും. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് 13ാമത്തെ പോയിന്റായിട്ട് അങ്ങനെ പറഞ്ഞത്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പം നമ്മുടെ 20 പോയിന്റിൽ 13 പോയിന്റുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. 14ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ടൈം ഔട്ടാണ്. ഈ ടൈം ഔട്ട് വലിയൊരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ പലതും ചിലപ്പോൾ ചർച്ച ചെയ്യും, ആലോചിക്കും. ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ പോകണോ, ഇത് ഒഴിവാക്കണോ, അങ്ങനെ ടൈം ഔട്ട് ആവും. ഈ ടൈം ഔട്ട് ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്ത് ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ വിചാരിച്ച ഓപ്ഷൻ സേവ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ടൈം ഔട്ട് ആവുന്നതിന് മുമ്പേ സേവ് ആൻഡ് ഗോ ഹോം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ടൈം നീട്ടി കിട്ടും. പല കുട്ടികൾക്കുള്ള പ്രശ്നമാണ്. ഇതാ സമയം കഴിഞ്ഞ് വരുന്നതായിട്ട് കാണുന്നു, എങ്ങനെയാണെന്ന് ക്ലിയർ ചെയ്യുക. സേവ് ആൻഡ് ഗോ ഹോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയം വീണ്ടും നീട്ടി കിട്ടും. വീണ്ടും ഒരു 10 to 12 മിനിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ടൈം ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സേവ് ആൻഡ് ഗോ ഹോം കൊടുത്താൽ മതി. ദാറ്റ് ഈസ് അവർ 14th പോയിന്റ്. പോയിന്റ് നമ്പർ 15. സേവ് ചെയ്തതിലെ കോഴ്സുകളും കോളേജുകളും ശ്രദ്ധിക്കുക. നമ്മൾ സേവ് ചെയ്തതിലെ കോഴ്സുകളും കോളേജുകളും, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, തെറ്റുകൾ പറ്റാം. അപ്പം നമ്മൾ എത്ര ആത്മവിശ്വാസത്തോടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റിപ്പോവാം. സേവ് ചെയ്ത ലിസ്റ്റുകളിലെ കോഴ്സും, എന്തുകൊണ്ടാണ് കോഴ്സ് പറയുന്നത്, 3 കോഴ്സ് ഉണ്ട്. ഇത് റിഫ്രഷ് ചെയ്യുന്നതിനിടയ്ക്ക് വീണ്ടും ചിലപ്പം നേഴ്സിംഗ് ഒക്കെ കയറി വരാം. സേവ് ചെയ്തതിലെ കോഴ്സുകളും കോളേജുകളും ശ്രദ്ധിക്കുക. ഇതാണ് ഞാൻ എത്രാമത്തെ പോയിന്റായിട്ട് 15ാമത്തെ പോയിന്റായിട്ട് പറഞ്ഞത്. 16 എന്ന് പറഞ്ഞത് ഓപ്ഷൻ ലിസ്റ്റിലെ എല്ലാ MBBS കോളേജുകളും കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ കയ്യിൽ പേപ്പറിൽ തയ്യാറാക്കിയ ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാവും. ദയവ് ചെയ്ത് എൻ്റെ മക്കളെ ഓപ്ഷൻ ലിസ്റ്റ് ഇല്ലാണ്ട് നിങ്ങൾ പോകരുത്. യു വിൽ ബി ടോട്ടലി കൺഫ്യൂസ്ഡ്. ഈ 500 കോളേജിൻ്റെ ഇടയിൽ പോയിരുന്നിട്ട് എനിക്ക് ഏത് വേണം, പ്രത്യേകിച്ച് നിങ്ങളൊരു അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ അടുത്തുള്ള ആളെ തിരക്കുണ്ടാക്കുന്നുണ്ടാവും. ചേച്ചി പറയുന്നുണ്ടാവും, മോനെ പെട്ടെന്ന് നോക്കുക, മോളെ പെട്ടെന്ന് നോക്കുക, അടുത്ത ആൾ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ ലിസ്റ്റ് കയ്യിൽ കരുതുക. ഓരോന്ന് ടിക്ക് ചെയ്യുക. ഒരു പേന പേപ്പർ മസ്റ്റാണ്. നമ്മൾ ഒരു മാനുവൽ മെത്തേഡിലേക്ക് തന്നെ പോയാൽ മതി. ഈ കോളേജ് MBBS കൊടുത്തു കഴിഞ്ഞു, ഇത് കൊടുത്തു കഴിഞ്ഞു. ഓപ്ഷൻ ലിസ്റ്റിലുള്ള എല്ലാ MBBSും കോളേജുകളും കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഈ കാര്യമാണ് 16ാമത്തെ പോയിന്റായിട്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. 17ാമത്തെ പോയിന്റായിട്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, എന്തെങ്കിലും രീതിയിൽ നമുക്ക് MBBS കിട്ടാനുള്ള ചാൻസസ് കുറവുണ്ടെങ്കിൽ തീർച്ചയായും MBBS കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രോഗ്രാംസ് ചേഞ്ച് ചെയ്ത് BDS കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഒരു 450 470 റേഞ്ചിലൊക്കെയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ MBBS കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണെങ്കിൽ തീർച്ചയായിട്ടും MBBS എന്നുള്ള പ്രോഗ്രാം കൊടുത്തതിന് ശേഷം, അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്, MBBS കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, BDS കൊടുക്കുക. ആദ്യം തന്നെ BDS കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓപ്ഷൻസ്, താഴെ ഓപ്ഷൻസ് ഒക്കെ പോകും, അറിയാലോ. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ പ്രോഗ്രാം ചേഞ്ച് ചെയ്ത് BDS BSc നഴ്സിംഗ് ആഡ് ചെയ്യുക ആവശ്യമാണെങ്കിൽ. ദിസ് ഈസ് പോയിന്റ് നമ്പർ 17. ആവശ്യമാണെങ്കിൽ മുകളിലുള്ള പ്രോഗ്രാംസ് ചേഞ്ച് ചെയ്ത് MBBS മാറ്റിയിട്ട് BDSോ BSc നഴ്സിംഗോ ആഡ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് 17ാമത്തെ പോയിന്റിൽ. 18ാമത്തെ പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം കൂടി ഒന്നും കൂടി വെരിഫൈ ചെയ്ത് സേവ് ആൻഡ് പ്രിൻ്റ് ഔട്ട്. ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ഈ ഫയൽ എവിടെയെങ്കിലും സേവ് ചെയ്യും. എന്തെങ്കിലും കാരണവശാൽ ആ മൊബൈൽ നഷ്ടപ്പെടാതിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് മൊബൈലാകുമ്പോൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, എപ്പോഴും അതിനെന്താ പ്രശ്നങ്ങൾ വരാം, അല്ലേ? എന്തെങ്കിലും രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരാം, നഷ്ടപ്പെടാം, പലതും സംഭവിക്കാം. നിങ്ങൾ സേവ് ചെയ്ത ഡിവൈസിന് എന്തെങ്കിലും വൈറസ് ഒക്കെ വന്ന് ബുദ്ധിമുട്ടാവാം. അതുകൊണ്ട് നിർബന്ധമായും പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കുക. ഒന്നോ രണ്ടോ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, 18ാമത്തെ പോയിന്റായിട്ട് എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് സേവ് ആൻഡ് പ്രിൻ്റ് ഔട്ട് എന്നുള്ള കാര്യമാണ്. നിർബന്ധമായി പിന്നീട് നമുക്കിതൊരു ആവശ്യം വന്നാൽ പ്രിൻ്റ് ഔട്ട് കുറച്ചും കൂടെ നമുക്ക് അതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ സാധാരണ സേവ് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. 19ാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോവാണ്. ഡേറ്റ്സ് 28ാം തീയതി വരെ ഓപ്ഷൻസ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. പോയിന്റ് നമ്പർ 19, ഈ പേടിക്കേണ്ട, 28th വരെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. 28ാം തീയതി, ഏത് 28, ജൂലൈ 28 വരെ നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 20ാമത്തെ പോയിന്റ് മറ്റ് ഡേറ്റുകൾ ഓർമ്മിപ്പിക്കുകയാണ്. 28-ന് വൈകുന്നേരത്തോടുകൂടി ചോയ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ 28ാം തീയതി വൈകുന്നേരത്തോടു കൂടിയിട്ട് ചോയ്സ് ലോക്ക് ചെയ്യാം. 30ാം തീയതിയോട് കൂടിയിട്ട് നമുക്ക് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റിലേക്ക് കാണാം. പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വന്നതായിട്ട് കാണാം. 31ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. എനിക്ക് 20ാമത്തെ പോയിന്റായിട്ട് നിങ്ങളുടെ ഓർമ്മിക്കാനുള്ളത് ഡേറ്റ്സ് ആണ്. 28-ന് വൈകുന്നേരം വരെ നമുക്ക് 28-ന് വരെ നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട്.
28-ന് വൈകുന്നേരത്തോടുകൂടി ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ലോക്കാവും. 30-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും, 31-ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഈ കാര്യങ്ങളാണ് 20 സ്റ്റെപ്പുകളായിട്ട്. നിങ്ങൾ ഒന്നും കൂടെ വീഡിയോ ഒന്നും കൂടെ തുടക്കം മുതൽ കാണുക. പിന്നെ ഞാൻ വളരെ ചെറുതായിട്ടൊരു സ്ക്രീൻഷോട്ട് അവിടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്തതിൻ്റെ. പിന്നെ വളരെ ക്വിക്കായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എത്തിക്കാനാണ്. കാരണം ഈ നോർമലി നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടും സൈറ്റ് ഹാങ് ആവുന്നതുകൊണ്ടും വീഡിയോ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞത്. എന്നാലും ഒരിക്കൽ കൂടി ഒരു സ്പെഷ്യൽ നോട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു എന്ന് കരുതിയാണ്. 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് സേവ് ചെയ്ത് പോയതിന് ശേഷം എന്തെങ്കിലും രീതിയിൽ എഡിറ്റിംഗ് വരുത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ രജിസ്ട്രേഷൻ അൺലോക്ക് കാണാം. അതായത് നിങ്ങളൊക്കെ ചെയ്തു സേവ് ചെയ്തു, അതിനുശേഷം നിങ്ങൾ തോന്നുകയാണ് ചെറിയ ചേഞ്ചസ് വരുത്തണം, എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ആകെയുള്ള എഡിറ്റിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ അൺലോക്ക്. അത് ലെഫ്റ്റ് സൈഡിൽ 3-ാമത്തെയോ 4-ാമത്തെയോ ഭാഗമായിട്ട് കാണാം. രജിസ്ട്രേഷൻ അൺലോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 2-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഓർമ്മിക്കാനുള്ള ഒരേ പേരുള്ള വിവിധ കോളേജ്, ഏകദേശം സിമിലർ ആയിട്ടുള്ള പേരുകളുള്ള വിവിധ കോളേജുകളുണ്ട്. പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. 3-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൊടുത്ത ഓപ്ഷൻസിലെ പ്രോഗ്രാം മീൻസ് കോഴ്സ് ശ്രദ്ധിക്കുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഫൈനലായിട്ട്. ഒന്ന്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എഡിറ്റിംഗ് നിങ്ങൾക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ അൺലോക്ക് എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 28-ാം തീയതി വരെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ കാര്യം, ഒരേ പേരുള്ള വിവിധ കോളേജുകളുണ്ട്, ഒന്നും കൂടെ അഡ്രസ്സ് നോക്കിയിട്ട് വെരിഫൈ ചെയ്യുക, കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 3-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ പ്രോഗ്രാംസ് MBBS തന്നെയാണോ BDS തന്നെയാണോ ശ്രദ്ധിക്കുക. അത് സേവ് ആയിട്ടുണ്ടോ നോക്കുക, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ നിങ്ങളുടെ ഡ്രീം കോളേജിൽ MBBS അല്ലെങ്കിൽ BDS നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.